ബീട്രൂട്ടും ബീഫ് റോസ്റ്റും ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കിടിലായിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ബീഫിനെ ആദ്യം ഒന്ന് റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചിടാം. ബാക്കിയെല്ലാം പച്ചയ്ക്ക് തന്നെ ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി കുക്കറിലിട്ട് അടച്ച് നമ്മൾ വിസിലടിച്ച് വേവിക്കുകയാണേ. ശേഷം നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും കൂടി മാത്രമാണ് വഴറ്റിയിടുന്നുള്ളൂ. അത് നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അതുകൂടി മൂപ്പിച്ചിടാം. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അതുകൂടി മൂപ്പിച്ചിടുന്നുണ്ട്. നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് നമ്മുടെ പെരിഞ്ചീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2-3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബീട്രൂട്ട് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുവും പിന്നെ പൊട്ടുകടലയും ഈ കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വറ്റൽമുളകും കൂടി ഇട്ട് അടച്ച് വെക്കാം. ശേഷം നമ്മുടെ റൈസ് എത്രയാണോ നമുക്ക് വേണ്ട അതിനുള്ള പാകത്തിനുള്ളത് എടുത്താൽ മതി കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലാത്തവരാണ് കഴിച്ച് നോക്കണം. സൂപ്പർ ഐറ്റമാണ്. ബീട്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഫ്രൈ ആയിട്ടുള്ള ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.